വാഗ്ദാനം പാലിക്കുന്ന ദൈവം. 9/8/2014. എൻ്റെ ജീവിതം തീർത്തും നിശ്ചലമായിപ്പോയ ദിവസം. അന്നുവരെ ജീവനായി കൊണ്ടുനടന്ന എൻ്റെ 5 വയസ്സുകാരൻ പൊന്നുമോൻ എൻ്റെ കൺമുന്നിൽ നിന്ന് മാഞ്ഞുപോയ ദിനം. വീട്ടിലുള്ളവരെല്ലാം അവരവരുടേതായ തിരക്കുകളിൽ പെട്ടുപോയ ആ വൈകുന്നേരം, ഞങ്ങൾ അമ്മയും മക്കളും മാത്രമായി പോയ ആ ശനിയാഴ്ച 5 മണിയോടടുത്ത് എൻ്റെ ഉണ്ണിക്കുട്ടൻ അവൻ്റെ ചേച്ചമ്മയോടൊപ്പം ഇരുന്ന് TV കാണുന്നത് കണ്ടിട്ടാണ് ഞാൻ വീടിൻ്റെ പിന്നാമ്പുറം വൃത്തിയാക്കാൻ ഇറങ്ങിയത്. ചവറുകൾ മാറ്റുന്നതിനിടെ എന്നെ പുൽകിയ ആ അദൃശ്യമായ ആശ്ലേഷം എൻ്റെ ഉണ്ണിയുടേതാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ നിമിഷം, കയ്യിലിരുന്ന ചൂല് വലിച്ചെറിഞ്ഞ് ഉണ്ണിക്കുട്ടാ എന്ന് ഉറക്കെ വിളിച്ച് ഞാൻ വീട്ടിലേക്ക് പാഞ്ഞു. എന്നാൽ അവിടെ മോൾ മാത്രമേ ഉള്ളൂ, ഉണ്ണിയില്ല. റിസാമ്മേ, ഉണ്ണി എന്തേ? എൻ്റെ ചോദ്യം കേട്ട് അവൾ എന്നെ പകച്ചു നോക്കി. എൻ്റെ കാലിൽ നിന്നും ഒരു വിറയൽ മുകളിലേക്ക് കയറി. ഉണ്ണിക്കുട്ടാ, ഉണ്ണിക്കുട്ടാ എന്ന് ഉച്ചത്തിൽ വിളിച്ച് ഞാനും റിസക്കുട്ടിയും അവൻ സ്ഥിരം കളിക്കാറുള്ള സ്ഥലങ്ങളിലൊക്കെ പാഞ്ഞു നടന്നു. ഉണ്ണിക്കുട്ടാ എന്നുള്ള എൻ്റെ കരച്ചിലിൽ ഞാനും മോളും ഒരുപോലെ അവൻ്റെ കൂവൽ മറുവിളിയായി കേട്ടു. അമ്മേ, അവൻ കൂവി, അവൻ അവിടെയുണ്ട്. അവൾ എൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ച് വീടിൻ്റെ പിന്നാമ്പുറത്തേക്ക് ഓടി. പക്ഷെ അവിടെയും അവനെ കണ്ടില്ല. ഈ പരക്കം പാച്ചിലിനിടെ അവൻ്റെ ഡാഡായെ ഞാൻ ഫോണിൽ വിളിച്ചു കരഞ്ഞു. ഉണ്ണിയെ കാണുന്നില്ല ഡാഡാ. ഞാനും കൊച്ചും എല്ലായിടത്തും നോക്കി. എനിക്ക് ശബ്ദം നഷ്ടപ്പെട്ടു. അവൻ എവിടെ പോകാനാ? നീ കടയുടെ അടുത്ത് പോയി നോക്ക്. അദ്ദേഹം എന്നെ സമാധാനിപ്പിച്ചു. ഞാൻ റോഡിലേക്ക് ഓടി. കടയുടെ പരിസരത്തും റോഡിലും എങ്ങും അവനെ കണ്ടില്ല. തിരികെ വീട്ടിലേക്ക് പാഞ്ഞപ്പോഴാണ് ഗേറ്റിന് പുറത്തുള്ള കുളത്തിൽ പായലുകൾക്കിടയിൽ അവൻ്റെ ബോൾ കിടക്കുന്നത് എൻ്റെ കണ്ണിലുടക്കിയത്. പായലുകൾ ഇളകി മാറിക്കിടക്കുന്നു. എൻ്റെ ശരീരത്തിലൂടെ ഒരു മിന്നൽ പാഞ്ഞുപോയി. അവൻ്റെ ബോൾ കുളത്തിൽ കിടക്കുന്നു. ഞാൻ ഉച്ചത്തിൽ കരഞ്ഞു. ഫോണിലൂടെ മറുതലയ്ക്കൽ എൻ്റെ ദൈവമേ എന്നൊരു നിലവിളി ഞാൻ കേട്ടു. ഞാൻ കരഞ്ഞുകൊണ്ട് കുളത്തിലേക്ക് ചാടിയിറങ്ങി. ഒരു ആന വീണാൽ പോലും മുങ്ങിപ്പോവുന്നത്ര വലിപ്പവും ആഴവുമുള്ള കുളം. എനിക്കാവുന്ന രീതിയിൽ ഞാൻ കുളത്തിൽ പരതി. പാഞ്ഞുപോയി ചവറ് പുരണ്ടി കൊണ്ടുവന്നു. അതുകൊണ്ട് നോക്കി. എൻ്റെ കൈയും കാലും തളർന്നു തുടങ്ങി. മോള് കരഞ്ഞുകൊണ്ട് റോഡിലേക്ക് ഓടി. ഉണ്ണിയും മമ്മിയും കുളത്തിൽ ചാടിയെന്ന് പറഞ്ഞ് അവൾ കരഞ്ഞു. ആരൊക്കെയോ വീട്ടിലേക്ക് ഓടി വന്നു. അപ്പോഴേക്കും ഞാൻ പാതി ബോധത്തിലായിപ്പോയി. കുളത്തിന് ചുറ്റും ആളുകൾ നിറയുന്നതും അദ്ദേഹം പാഞ്ഞു വരുന്നതും എന്നെ കുളത്തിൽ നിന്നും വാരിയെടുത്ത് വീട്ടിൽ കൊണ്ടുപോയതും ഞാൻ അർത്ഥബോധത്തിലറിഞ്ഞു. നീന്തലറിയാവുന്ന വീടിനടുത്തുള്ള പാപ്പൂട്ടി ഓടി വന്ന് ഉണ്ണിയെ പൊക്കിയെടുത്തു. അവർ ആശുപത്രിയിലേക്ക് ഓടി. പക്ഷേ അപ്പോഴേക്കും എൻ്റെ ഉണ്ണി ഈശോയുടെ മടിത്തട്ടിലേക്ക് യാത്രയായിരുന്നു. ഉണ്ണിയെ കാണാതെ അവൻ്റെ പേര് വിളിച്ച് ഞാനും മോളും കൂടി ഓടിയപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കേട്ട അവൻ്റെ കൂവൽ സ്വരം അവൻ മമ്മിക്ക് അവസാനമായി നൽകിയ യാത്രാമൊഴിയായിരുന്നു. അദൃശ്യമായ ആ ആശ്ലേഷം മമ്മിയോടുള്ള അവൻ്റെ അവസാനത്തെ സ്നേഹപ്രകടനമായിരുന്നു. 5 വയസ്സുവരെ ഒരിക്കൽ പോലും എന്നെ അമ്മ എന്ന് വിളിച്ചിട്ടില്ലാത്ത എൻ്റെ പൊന്നുമോൻ, അവൻ ഇനിയില്ല എന്ന സത്യം എനിക്ക് അംഗീകരിക്കാനാവുമായിരുന്നില്ല. മെൻസ്ട്രൽ സൈക്കിളിലെ അപാകതകൾ മൂലം അടുത്തടുത്തായി 3 കുഞ്ഞുങ്ങളെയാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. നാട്ടിലും വീട്ടിലും കുറ്റപ്പെടുത്തലുകളും പരിഹാസങ്ങളും ഉണ്ടായെങ്കിലും ദൈവം തന്ന മക്കളെ ഞങ്ങൾ 2 കൈകളും നീട്ടി സ്വീകരിച്ചു. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ പുതിയ ജോലി ലഭിച്ച് കുമളിയിലേക്ക് പോകേണ്ടി വന്നപ്പോൾ 10 മാസം പ്രായമുണ്ടായിരുന്ന എൻ്റെ ഇളയമോൾ കുഞ്ഞമ്മണിയെ പുന്നപ്രയിലുള്ള എൻ്റെ ജാൻസി ആൻറ്റിയെ ഏൽപ്പിച്ചു. കുമളി, പുന്നപ്ര, ചേർത്തല കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാനുള്ള ഓട്ടത്തിനിടയിലാണ് ഉണ്ണിക്കുട്ടൻ സംസാരിക്കാൻ വൈകുന്നത് ഞങ്ങൾ ഗൗരവമായി നിരീക്ഷിച്ചത്. ആൺകുട്ടികൾ പൊതുവെ സംസാരിക്കാൻ വൈകും, പലരും പറഞ്ഞു. പക്ഷേ 1.5 വയസ്സായിട്ടും അമ്മ എന്നുപോലും അവൻ പറയാത്തത് എന്താണ്? മനസ്സിന് സമാധാനം നഷ്ടപ്പെട്ടു. ഞങ്ങൾ പല ഡോക്ടേഴ്സിനെയും കാണിച്ചു. ഒടുവിൽ ആ സത്യം ഞങ്ങൾ മനസ്സിലാക്കി. ഞങ്ങളുടെ ഉണ്ണിക്കുട്ടൻ ഒരു സ്പെഷ്യൽ ചൈൽഡാണ്. നോർമൽ ബിഹേവിയറിൻ്റെയും മൈൽഡ് ഓട്ടിസത്തിൻ്റെയും ബോർഡറിൽ നിൽക്കുന്ന കുട്ടി. ട്രെയിനിങ്ങിലൂടെയും തെറാപ്പികളിലൂടെയും അവനെ ശരിയാക്കിയെടുക്കാൻ കഴിയും, ഡോക്ടർമാർ പറഞ്ഞു. വിവിധ സ്ഥലങ്ങളിൽ അവനെ സ്പീച്ച് തെറാപ്പിക്കായി കൊണ്ടുപോയി തുടങ്ങി. ഞങ്ങൾക്കെല്ലാം ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, അവനെ ഒരു സാധാരണ കുട്ടിയായി മാറ്റിയെടുക്കണം. മാറ്റങ്ങൾ വന്നുകൊണ്ടിരുന്നു. അതീവ ബുദ്ധിമാനായ അവൻ കാര്യങ്ങൾ കണ്ട് പെട്ടെന്ന് മനസ്സിലാക്കും. അക്ഷരങ്ങൾ, വാക്കുകൾ, സ്വന്തം പേരുമെല്ലാം എഴുതാൻ പഠിച്ചു. ബുക്ക് നോക്കി പടങ്ങൾ തൊട്ട് വായിക്കും. വാതിലിന് മറവിൽ മറഞ്ഞു നിന്ന് ഞാനത് കണ്ട് സന്തോഷിക്കും. അപൂർവമായിട്ടാണെങ്കിലും ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറഞ്ഞു തുടങ്ങി. മമ്മിയോട് എത്ര ഇഷ്ടമുണ്ടെന്ന് ചോദിക്കുമ്പോൾ കൈ രണ്ടും ഇരുവശത്തേക്കും ആവുന്നത്ര വിടർത്തി ഒരു കള്ളച്ചിരി ചിരിക്കും.
മൃഗങ്ങളുടെയും പക്ഷികളുടെയും പേരുകൾ പറയുമ്പോൾ അവയുടെ സ്വരം അനുകരിച്ച് കേൾപ്പിക്കും. പക്ഷേ അപ്പോഴും നോർമൽ സ്പീച്ചിലേക്ക് ആൾ എത്തിയിരുന്നില്ല. ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ളതിനാൽ അടങ്ങിയിരിക്കാനും ബുദ്ധിമുട്ടുണ്ട്. ആൾക്ക് എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടേയിരിക്കണം. അടുത്തുള്ള സ്കൂളിൽ അഡ്മിഷൻ തരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ചെന്നെങ്കിലും മറ്റുള്ള കുട്ടികളുടെ മാതാപിതാക്കൾ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവസാന നിമിഷം അവർ ഞങ്ങളെ ഒഴിവാക്കി. തിരസ്കരണത്തിൻ്റെ ആദ്യ വേദന. ഉണ്ണിയെ ചേർത്ത് പിടിച്ച് ഞങ്ങൾ മടങ്ങി. വീടിനടുത്തുള്ള ഗവൺമെൻറ് LPSൽ ഉണ്ണിയെ ചേർത്തു. LKGയിൽ അവൻ പോയി തുടങ്ങി. എനിക്ക് തൊടുപുഴയ്ക്ക് സ്ഥലമാറ്റം കിട്ടി. ഇനി എന്നും ഉണ്ണിയോടൊത്ത് നിൽക്കാമല്ലോ. ഞാൻ ഒത്തിരി സന്തോഷിച്ചു. പക്ഷേ അവനെ ദൈവത്തിന് ആവശ്യമായി. അതുവരെയുള്ള പരിശ്രമങ്ങളെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതെയായിപ്പോയി. നേറി ജീവിച്ച ഉരുകി ഇല്ലാതായ ദിവസങ്ങൾ. ആർക്കും അറിഞ്ഞുകൊണ്ടും ഒരു ദ്രോഹവും ചെയ്യാത്ത അവൻ്റെ ഡാഡ. അദ്ദേഹത്തെ പോലെ ഒരുവന് ഏക മകനെ എന്തിനാണ് ദൈവമേ അങ്ങ് നഷ്ടപ്പെടുത്തിയത്? ഹൃദയം നുറങ്ങിയ ആ ദിവസങ്ങളിൽ ഞാൻ ദൈവത്തോട് ചോദിച്ചുകൊണ്ടേയിരുന്നു. അബ്രഹാത്തെ പോലെ, ജോബിനെ പോലെ അടിയുറച്ച വിശ്വാസിയായ അദ്ദേഹം ഒന്നേ പറഞ്ഞുള്ളൂ: കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുത്തട്ടെ. ഹൃദയം നുറങ്ങിയവർക്ക് കർത്താവ് എന്നും സമീപസ്ഥനാണ്. സങ്കടത്തിൽ മുങ്ങിത്താഴ്ന്ന ദിവസങ്ങൾ. വീട്ടിൽ ആരുമില്ലാതിരുന്ന ഒരു ദിവസം ഞാൻ കുറേ നേരം അവൻ വീണ കുളത്തിലിറങ്ങി കുറേ കരഞ്ഞു. തിരികെ വന്ന് ബൈബിൾ എടുത്ത് വായിച്ചു. എനിക്ക് മുമ്പിലേക്ക് ബൈബിളിലെ ആ പേജ്, എൻ്റെ ജീവിതം മാറ്റിമറിച്ച ആ വചനം ദൈവം എനിക്ക് കാണിച്ചു തന്നു. യെശയ്യായുടെ പുസ്തകം 43-ാം അധ്യായം 5-ാം വാക്യം: ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. കിഴക്ക് നിന്ന് നിന്റെ സന്തതിയെ ഞാൻ കൊണ്ടുവരും, പടിഞ്ഞാറ് നിന്ന് നിങ്ങളെ ഒരുമിച്ച് കൂട്ടും. ദൈവം എന്നോട് സംസാരിച്ചു. എൻ്റെ കുഞ്ഞിനെ തിരികെ നൽകുമെന്ന് അവിടുന്ന് എനിക്ക് വാഗ്ദാനം നൽകി. ദുഃഖാർത്ഥയായ ഇരുളടഞ്ഞു പോയ എൻ്റെ മനസ്സിലേക്ക് വചനത്തിൻ്റെ പ്രകാശം പരന്നു. പ്രതീക്ഷയുടെ തിരുനാളം. ഞാൻ ജോലിക്ക് പോയി തുടങ്ങി. എൻ്റെ സങ്കടം കണ്ട് എൻ്റെ പൊന്നുമോളെ എന്ന് വിളിച്ച് എന്നോടൊപ്പം കരഞ്ഞ, എന്നെ ആശ്വസിപ്പിച്ച, കുമ്പസാരക്കൂട്ടിലെ പേരറിയാത്ത ആ വന്ധ്യവൈദികൻ, വാക്കുകൾ കൊണ്ട് പോലും എന്നെ നോവിക്കാതെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ എൻ്റെ പ്രിയതമൻ, എന്നെ ആശ്വസിപ്പിച്ച് കൂടെ നിന്ന എൻ്റെ മാതാപിതാക്കൾ, പിന്തുണ നൽകിയ സഹപ്രവർത്തകർ. ഞാൻ ജീവിതത്തിലേക്ക് പയ്യെ പിച്ച വെച്ചു തുടങ്ങി. ഉടനെയൊന്നും നാട്ടിൽ വരാൻ സാധിക്കില്ല എന്ന് കരുതിയിരുന്ന എനിക്ക് ആശചേച്ചി വഴി അപ്രതീക്ഷിതമായി ക്യാബിനറ്റ് ഡിസിഷനിലൂടെ സ്പെഷ്യൽ ഓർഡർ വഴി ചേർത്തലയ്ക്ക് സ്ഥലം മാറ്റം ലഭിച്ചു. അധികം താമസിയാതെ എൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞു ജീവൻ തുടിച്ചു. അത് ഞാൻ ആത്മഹർഷത്തോടെ തിരിച്ചറിഞ്ഞു. 4-ാം മാസത്തെ സ്കാനിങ്ങിൽ കുട്ടിക്ക് എന്തോ അബ്നോർമാലിറ്റി ഉണ്ടെന്നും വിശദമായി പരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ട് ഫീറ്റൽ ടെസ്റ്റിനായി പേരുകേട്ട പ്രശസ്ത ഹോസ്പിറ്റലിലേക്ക് ഡോക്ടർ റെഫർ ചെയ്തു. ആശങ്കയോടെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക്. കുറേ നേരത്തെ കൗൺസിലിംഗ്. ഫ്ലൂയിഡ് ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഡോക്ടറോട് അദ്ദേഹം ചോദിച്ചു: ഡോക്ടർ, ഫ്ലൂയിഡ് ടെസ്റ്റ് എന്തെങ്കിലും പ്രോബ്ലം കണ്ടെത്തിയാൽ പ്രതിവിധി എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അബോർഷൻ മാത്രമാണ് പ്രതിവിധി. ഞങ്ങൾ പരസ്പരം നോക്കി. ഫ്ലൂയിഡ് കുത്തിയെടുക്കുന്നതിനായി തയ്യാറാകാൻ പറഞ്ഞ ഡോക്ടറോട് ഞങ്ങൾ ഒരേ സ്വരത്തിൽ പറഞ്ഞു: ഡോക്ടർ, ഞങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യേണ്ട. അബ്നോർമാലിറ്റി ഉണ്ടായാലും സാരമില്ല. ഇത് ഞങ്ങളുടെ കുഞ്ഞാണ്, ഞങ്ങൾ വളർത്തും. നിങ്ങളുടെ ഒരു കുട്ടി അബ്നോർമൽ ആയിരുന്നില്ലേ? സോ ചാൻസ് കൂടുതലാണ്. റിസ്ക് എടുക്കണോ? ഡോക്ടർ പിന്നെയും ഞങ്ങളോട് ചോദിച്ചു. ഞങ്ങൾ ഇരുവരും പോകാനായി എഴുന്നേറ്റു. ഡോക്ടർ, ഇത് ഞങ്ങളുടെ തീരുമാനമാണ്, ടെസ്റ്റ് വേണ്ട. ഡോക്ടർ അത്ഭുതപ്പെട്ട് ഞങ്ങളെ നോക്കി. ഒപ്പിടാൻ നൽകിയ ഫോം തിരികെ കൊടുത്ത് ഞങ്ങൾ തിരിച്ചു പോന്നു. വീണ്ടും പരീക്ഷണങ്ങൾ. നിയന്ത്രിക്കാനാവാത്ത വിധം ഉയരുന്ന ഷുഗർ ലെവൽ. ഞാൻ അഡ്മിറ്റായി. 2017 ജൂലൈ 22 വെളുപ്പിന് 5:30. പരിശുദ്ധാത്മാവിൻ്റെ പാട്ട് കേട്ട് അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് ഞാൻ തിയേറ്ററിലേക്ക് പോയി. സർജറി കഴിയുന്നതുവരെ ആശുപത്രി കപ്പേളയിൽ കൈവിരിച്ച് കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ച് അദ്ദേഹം നിന്നു. സുഗന്ധി, മോനാണ് കേട്ടോ. ഡോക്ടറുടെ സ്വരം ഞാൻ വ്യക്തമായി കേട്ടു. എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. ഉണ്ണിയെ എൻ്റെ നെഞ്ചിൽ ചേർത്ത് കിടത്തി തന്നു ഡോക്ടർ. ഞാൻ തല ഉയർത്തി അവൻ്റെ ശിരസിൽ ഉമ്മ വെച്ചു. എനിക്ക് ദൈവം നൽകിയ വാഗ്ദാനം അവിടുന്ന് പാലിച്ചു. ജോൺ മരിയ ആൻ്റണി. പൂർണ്ണ ആരോഗ്യവാനായ എൻ്റെ ഉണ്ണിയെ നൽകി മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം എൻ്റെ ദൈവം നീക്കിക്കളഞ്ഞു. പറയാറുണ്ട്, സ്പെഷ്യൽ ഏബിൾഡായ കുട്ടികൾക്ക് മാതാപിതാക്കളായി ദൈവം ചിലരെ തിരഞ്ഞെടുക്കുമെന്ന്. ഞങ്ങളും കുറച്ചു നാളേക്കെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു. ഇന്നും എൻ്റെ മാലാഹ കുഞ്ഞിനെ ഓർക്കാത്ത ഒരു ദിനം പോലും എൻ്റെ ജീവിതത്തിലില്ല. എത്ര വൈകിയാലും ജോലികൾ ഒതുക്കി ഞാൻ വരുന്നതുവരെ ഉറങ്ങാതെ എന്നെ കെട്ടിപ്പിടിച്ച് താരാട്ട് കേട്ട് ഉറങ്ങാനായുള്ള നിൻ്റെ കാത്തിരിപ്പ്. മമ്മിയോടൊപ്പം യാത്ര പോകാനായി ഉടുപ്പുമെടുത്ത്
നീ എൻ്റെ പിന്നാലെ ഓടുന്നത്. നിനക്കേറെ ഇഷ്ടമുള്ള കാവൽ മാലാഖമാരെ എന്ന പാട്ട്, നിൻ്റെ കുഞ്ഞു കുഞ്ഞു കുസൃതികളും ചെറുതല്ലാത്ത വികൃതികളും, ട്രെയിനിങ്ങിന് കൊണ്ടുപോകാനായി സ്പെഷ്യലായി സൈക്കിളിൽ സീറ്റ് പിടിപ്പിച്ച് നിന്നെ ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന നിൻ്റെ ചാച്ചൻ, നിനക്കായി സ്പെഷ്യൽ കളിപ്പാട്ടങ്ങൾ തിരഞ്ഞ് നിനക്ക് നാടൻ പാല് നൽകാനായി ജോലിത്തിരക്കുകൾക്കിടയിലും നാടൻ പശുവിനെ വളർത്തിയ നിൻ്റെ ദാട, നീ പോയതിൻ്റെ പിറ്റേന്ന് സിമിത്തേരിക്കപ്പേളയുടെ പിറകിൽ അവൻ ഒളിച്ചിരിപ്പുണ്ടാവും അമ്മേ, ഞാൻ വിളിച്ചോണ്ട് വരാം എന്ന് പറഞ്ഞ് നിന്നെ വിളിക്കാൻ ഓടിയ നിൻ്റെ 7 വയസ്സുകാരി ചേച്ചമ്മ, ഇവരെല്ലാം എന്നെ ഇപ്പോഴും കരയിപ്പിക്കുന്നുണ്ടുണ്ണി. എനിക്കറിയാം നീ ഇപ്പോഴും എപ്പോഴും ഈശോയുടെ മടിയിൽ കുഞ്ഞിക്കഥകളും കാട്ടുകളും കേട്ട് സന്തോഷിച്ചിരിക്കുകയാണെന്ന്. കളങ്കമില്ലാത്ത സ്നേഹം 5 വർഷം എനിക്കായി നൽകിയ എൻ്റെ പൊന്നുമകനെ, സ്വർഗത്തിൽ നമ്മൾ കണ്ടുമുട്ടും വരെ എൻ്റെ ഹൃദയത്തിലെ ഉണങ്ങാത്ത മുറിവായി ജ്വലിക്കുന്ന ഓർമ്മയായി നീ ഉണ്ടാവും. ഇടയ്ക്കെങ്കിലും ഒരു കുഞ്ഞു കുളിർക്കാറ്റായി, കണ്ണ് ചിമ്മാത്ത നക്ഷത്രമായി, ഒരു കുഞ്ഞു പുൽകലായി നീ എൻ്റെ അരികിൽ വരില്ലേ? ദൈവം ഞങ്ങൾക്ക് നൽകിയ സമ്മാനം ഞങ്ങളുടെ കുഞ്ഞുണ്ണി ജോൺ മരിയ ആൻ്റണി ചേച്ചിമാരുടെ പുന്നാര അനിയനായി ഞങ്ങളുടെ ഒപ്പമുണ്ട്. എൻ്റെ 5ാം ക്ലാസ്സിലെ വേദപാഠ കുട്ടികൾക്ക് വാഗ്ദാനങ്ങൾ പാലിക്കുന്ന ദൈവത്തെ പരിചയപ്പെടുത്തുമ്പോൾ, ഇസ്രായേൽക്കാരോട് വാഗ്ദാനങ്ങൾ പാലിച്ച ദൈവം, കഷ്ടപ്പാടുകളുടെ മധ്യത്തിലും വഴി നടത്തിയ ദൈവം നമ്മെയും വഴി നടത്തും എന്ന് പഠിപ്പിക്കുമ്പോൾ, അതിന് ഞാൻ ഉദാഹരണമായി പറയുന്നത് എൻ്റെ ഈ ജീവിതം തന്നെയാണ്. ക്ലാസ്സിലെ കുസൃതിക്കുട്ടന്മാരായ ഏബലും എനോഷും ഡേവിസുമെല്ലാം ഏറെ ആകാംക്ഷയോടെ വിടർന്ന കണ്ണുകളോടെയാണ് അത് കേട്ടിരിക്കുന്നത്.